അപ്പൊ ഏതായാലും ഇനി അടുത്ത ഗിഫ്റ്റ് ആർക്കായിരിക്കും എന്നുള്ളത് നിങ്ങൾ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ബിനുചേട്ടൻ ഭയങ്കര ഹാപ്പിയാണ്, എക്സൈറ്റഡും ആണ്. അതിന്റെ കാരണം എന്താ? ഞാൻ ഭയങ്കര സന്തോഷം. എന്റെ ബിനുചേട്ടൻ ഇങ്ങനെ ഗിഫ്റ്റുകളൊക്കെ ക്രിസ്മസ് അല്ലാണ്ട് പൊതുവെ ഇംഗ്ലീഷ് വല്ല വശമില്ലെന്ന് തോന്നുന്നു. ബിനുചേട്ടാ പൊതുവെ ഗിഫ്റ്റുകൾ കിട്ടാറുണ്ടോ? നമ്മൾ ഫംഗ്ഷനൊക്കെ പോകുമ്പോ പരിപാടിക്ക് പോകുമ്പോ കിട്ടാറുണ്ട്. ഗൾഫിലൊക്കെ പോകുമ്പോ ഒരുപാട് ഗിഫ്റ്റുകൾ കിട്ടാം. പിന്നെ ഞാൻ പക്ഷേ ജോഡി കറക്റ്റ് അല്ലെന്നുള്ളല്ലേ? നിന്നെ പോലെ തന്നെ എനിക്കും ജോഡി കറക്റ്റ് കിട്ടാറില്ലടാ. ശരി, ഓക്കെ. അന്ന ചേച്ചി, ഞാൻ ഭയങ്കര സന്തോഷമാണ്. കാരണം ബിൻചേട്ടനെ ക്രിസ്മസ് ഫ്രണ്ടായിട്ട് കിട്ടിയപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ. എന്ത് കൊടുക്കണം? ഇതിലും മികച്ച ഗിഫ്റ്റ് ബിൻചേട്ടൻ എനിക്ക് ഇനി കൊടുക്കാൻ വേറെ ഇല്ല. ഞാൻ തരട്ടെ. ഹാപ്പി ക്രിസ്മസ്, മേരി ക്രിസ്മസ്. ഏറ്റവും ആദ്യം ബിനുചേട്ടൻ കൊടുത്ത ഗിഫ്റ്റ് എന്താന്നുള്ളത് നമുക്ക് ഫസ്റ്റ് അന്നയുടെ നോക്കാം. ഓക്കെ, അന്ന എക്സൈറ്റഡ്? സൂപ്പർ എക്സൈറ്റഡ്. ഇത് ജീവിതത്തിൽ ആർക്കെങ്കിലും കൊടുക്കുമോ? അല്ല, മനസ്സിലായില്ല. കെട്ടുകമ്പി. അത് അവക്കടെ മുടി വലിച്ചു കെട്ടാനുള്ള സാധനം. നേരം വെളുത്തേക്കുമ്പോ ഇങ്ങനെ നിൽക്കും. അത് വെട്ടാൻ ഇവിടെ ബാർബർ ഷോപ്പിൽ ചെല്ലണ കത്രയും കണ്ട പോണേ. ഇത് അവക്കടെ പിരി ടൈറ്റ് ചെയ്യാൻ. ഇത് ഇതുവരെ ആരും കൊടുത്തിട്ടില്ല. ചേച്ചി കുഴപ്പമില്ല, പുല്ല് വെട്ടാനെങ്കിലും പോവാൻ. ശരി, ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇനി ബിനുചേട്ടന് വേണ്ടിട്ട് ബിനുചേട്ടന്റെ കരിയറിൽ വരെ ഉപകാരപ്പെടുന്ന പറഞ്ഞിട്ടുള്ളത്. ആരാത്തൊരു ടെൻഷൻ ആളി എന്റെ മുഖത്തുണ്ട്. എന്താണെന്നറിയാൻ ഈ 5 വർഷം പ്രീവിയസ് എടുത്തു കഴിഞ്ഞാൽ അത്രയും നല്ല ഗിഫ്റ്റുകളായിരുന്നു. പക്ഷേ ഇല്ലല്ലോ. അയ്യോ, ഈ വർഷം 6th year it will be super cool. മലരമ്പൻ വളർത്തുന്ന അടിപൊളി. പ്രസാദിച്ചത് തീർന്നിട്ടില്ല, ഇനിയുണ്ട്. ആടും കടുവയൊക്കെ ഇനിയുണ്ട്. മാന്റെ കുഞ്ഞ്. എല്ലാ മാനാണ്. മാനെ മാനെ മാനെ. ബിൻചേട്ടന്റെ ഇത്രയും പാട്ട് പാടിയിട്ട് ഈ മാന എന്താ ഇങ്ങനെ ക്ലിക്ക് ആവാനുള്ള കാരണം? അതായത് ഇപ്പൊ പുള്ളി പാടി പറഞ്ഞുതരും. ഇതാണ് കാട്ടിലെ കണ്ണൻ. അല്ല റിമി ചേച്ചി, ഈ മാന്റെ സോങ്ങിന്റെ എഫക്ട് കൊണ്ട് സൽമാൻ ഖാന്റെ ആ മാന്റെ കേസ് വരെ ക്യാൻസൽ ആയി പോയി. ബിൻചേട്ടാ രണ്ടുപേരെയാവാ. മാനേ മലരമ്പൻ വളർത്തുന്ന കന്നിമാനേ, മെരുക്കിയ മെരുങ്ങാത്ത കത്തൂരേ മാനേ, ഇണക്കിയലിണങ്ങാത്ത മായപ്പൊന്മാനേ, കുറുമ്പിന്റെ കൊമ്പു കുലുക്കുന്ന ചോള പെൺമാനേ, തുള്ളി തുള്ളി തുളുമ്പുന്ന വമ്പുള്ള മാനേ, ഇല്ലിളം കാട്ടിലെ മുള്ളുള്ള മേട്ടിലെ ആലിപ്പറമ്പിൽ നിന്നോടി വന്നെത്തിയ മാനേ, മലരമ്പൻ വളർത്തുന്ന കന്നിമാനേ, മെരുക്കിയ മെരുങ്ങാത്ത കസ്തൂരി മാനേ, ഇണക്കിയലിണങ്ങാത്ത മായ പൊന്മാനേ, ഉറുമ്പിന്റെ കൊമ്പ് കുലുക്കുന്ന ചോള പെൺമാനേ, തുള്ളി തുള്ളി തുളുമ്പുന്ന വമ്പുള്ള മാനേ, ഇല്ലിളം കാട്ടിലെ മുള്ളുള്ള മേട്ടിൽ ആലിപ്പറമ്പിൽ നിന്നോടി വന്നെത്തിയ മാനേ. അടിപൊളി. ഇതുകൊണ്ടാണ് ഇവിടെ വരുന്ന ഗസ്റ്റുകൾ വരെ ഉള്ളിലുള്ള ഒരു ഇത് വന്നല്ലോ. അത് അതാണ് കൊതിച്ചു പോയി, കണ്ടു കണ്ടു കൊതിച്ചു പോയി,
നിതലോട് സ്വർണ്ണമാനെ കടവത്ത് കണ്ടാലോ നീ തണ്ടുലഞ്ഞ ചെന്താമര കടവത്ത് കണ്ടാലോ നീ തണ്ടുലഞ്ഞ ചെന്താമര തേനുറയും ചെമ്പനി നീർ പൂവഴക് മാനെ 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 മലരമ്മൻ വളർത്തുന്ന കന്നിമാനെ മെരുക്കിയ മേരുങ്ങാത്ത കസ്തൂരി മാനെ ഇണക്കിയ ലീണങ്ങാത്ത മായപ്പൊന്മാനെ കുറുമ്പിന്റെ കൊമ്പ് കുലുക്കുന്ന ചോള പെൺമാനെ തുള്ളി തുള്ളി തുളുമ്പുന്ന വമ്പുള്ള മാനെ ഇളിളം കാട്ടിലെ മുള്ളുള്ള മേട്ടിലെ ആലിപ്പറമ്പിൽ നിന്നോടി വന്നെത്തിയ മാനെ മാനെ അടിമാലി അടിമാലി പ്രതീക്ഷിച്ചു ഒരു- ഇതെന്റെ ക്രിസ്മസ് ഗിഫ്റ്റ് റിമി എനിക്ക് തന്നത് അടിമാലി അടിമാലി നിങ്ങൾക്ക് രണ്ടുപേർക്കും ഗൾഫിൽ കളിക്കാൻ ഒരു ഐറ്റായി. മെക്കാടാണ് അവൻ ഹെൽപ്പറിന്റെ പൈസ കൊടുത്താൽ മതി. സുമേഷ് എന്തായാലും സുമേഷ് റിമി ഇങ്ങനെ വന്നപ്പോഴേ അടിമാലി അതെ രമി ചേച്ചി ശരിക്കും ഇങ്ങനെ വന്നിട്ട് എന്റെ പാട്ടിൽ മതി അത് മറന്നുപോയി ഞാൻ ഇങ്ങനെ മയങ്ങിപ്പോയതാ. അതാണ് ശരി അതൊന്നുമല്ല ഹഠാത് ആകർഷിച്ചല്ലേ അതെ സത്യം. അതൊന്നുമല്ല ഉള്ളിലെ ഫ്രോഡുകളല്ലേ പുറത്തിറങ്ങി. രാഗമല്ല ഇതൊരു തരം രോഗമാ. ശരി അപ്പൊ എന്തായാലും മിൻചേട്ടാ ഹാപ്പിയാണെന്ന് വിചാരിക്കണം. നല്ല ഹാപ്പിയാണ്. വിചാരിക്കണമെന്നോ? യെസ്. അവക്ക് ഗിഫ്റ്റ് നല്ലതൊന്നും കൊടുത്തതിലും സന്തോഷം, അവിടെ നിന്ന് ഒരു ഗിഫ്റ്റ് കിട്ടിയതിലും സന്തോഷം. ചേട്ടാ എന്നോട് താങ്ക്സ് പറയണ്ട കേട്ടോ. അതിന് ഇത്ര നാള് മാന് വേണ്ടിട്ട് ഇതുപോലത്തെ ഒരു വിഷ്വൽ ട്രീറ്റ് കൊടുത്തിട്ടില്ലല്ലോ. നീ എന്റെ മെക്കാടാടാ മെക്കാടെ.